നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കാപ്പിലാരിറ്റി എന്നാണ്. അപ്പോൾ കാപ്പിലാരിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബീക്കർ എടുക്കുക. ഈ ബീക്കറിലോട്ട് കുറച്ച് വെള്ളം അല്ല എന്തെങ്കിലും ഒരു ലിക്വിഡ് എടുക്കുക. ഈ ഒരു ലിക്വിഡിലോട്ട് നമ്മൾ 2 എൻഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഇറക്കി വെക്കുകയാണെങ്കിൽ ഈ ബീക്കറിലെ വാട്ടർ ലെവൽ ലിക്വിഡിൻ്റെ ലെവലിൽ നിന്ന് ഒരല്പം വാട്ടർ മുകളിലോട്ട് റൈസ് ആവും. ഇതിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത്, കാപ്പിലറി റൈസ്. ഇനി ചിലപ്പം ലിക്വിഡിൽ ഈ ട്യൂബിൽ നിന്ന് ഈ ബീക്കറിലെ വാട്ടർ ലെവലിനേക്കാൾ അല്പം കൂടി താഴ്ന്നു വരാം. ചിലപ്പോൾ താഴ്ന്നു വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കാപ്പിലറി ഡിപ്രഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, കാപ്പിലറി ഡിപ്രഷൻ. അപ്പോൾ കാപ്പിലറി റൈസും ഉണ്ടാവും, കാപ്പിലറി ഡിപ്രഷനും ഉണ്ടാവും. അപ്പം ഇതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ്സിൻ്റെ ചില 2 പ്രോപ്പർട്ടികളാണ് ഇതിന് കാരണം. ഒന്ന് കൊഹിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും രണ്ടാമത് അഡിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും. ഈ കൊഹിഷനും അഡിഷനും മൂലമാണ് ഈ ലിക്വിഡിന് കാപ്പിലറി റൈസും ഡിപ്രഷനും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് കൊഹിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലിക്വിഡ് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള തന്മാത്രകൾ പരസ്പരം വളരെയധികം ചേർന്ന് നിൽക്കും. ഈ തന്മാത്രകൾ വളരെയധികം ചേർന്ന് നിൽക്കുന്നതിന് കാരണം ഇവ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സുകളാണ്. ഇവ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവ തമ്മിൽ വളരെ അടുത്ത് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. അഡിഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൻ്റെ അകത്തുള്ള തന്മാത്രകൾ മറ്റേതെങ്കിലും വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള തന്മാത്രകളുമായിട്ട് വളരെ രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡിഷൻ എന്ന് പറയുന്നത്. ഈ കൊഹിഷനും അഡിഷനും മൂലമാണ് ഈ ട്യൂബിലോട്ട് ലിക്വിഡ് മുകളിലോട്ട് റൈസ് ആവാൻ സാധ്യതയുള്ളതും താഴോട്ട് ഡിപ്രഷൻ സംഭവിക്കുന്നതും. അപ്പം ഇൻ കേസ് അഡിഷൻ എന്ന് പറയുന്നത് കൊഹിഷനേക്കാളും വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷനാണെങ്കിൽ, അതായത് അഡിഷൻ വളരെ കൂടുതലും കൊഹിഷൻ കുറവും ആയ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? കാപ്പിലറി റൈസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അവിടെ ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ ലിക്വിഡ് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഇടിക്കുകയാണ്. അപ്പോൾ ഈ ലിക്വിഡിലെ തന്മാത്രകൾ ഗ്ലാസ് ട്യൂബിലുള്ള തന്മാത്രകളെ വെച്ച് അട്രാക്റ്റ് ചെയ്യും. അതിനെ നമ്മൾ അഡിഷൻ എന്ന് പറയും. ഈ അഡിഷൻ മൂലം ലിക്വിഡ് എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയർന്നു വരും. അതിനെ നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറയും. ഈ കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അഡിഷൻ കൊഹിഷനേക്കാളും കൂടി നിൽക്കുന്ന സമയത്താണ്. ഇനി നേരെ തിരിച്ചൊരു കണ്ടീഷൻ, ഈ കൊഹിഷൻ വളരെയധികം കൂടുതലും അഡിഷൻ വളരെയധികം താഴുകയും ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവും കാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാവും. ലിക്വിഡ് ട്യൂബിൽ നിന്ന് താഴോട്ട് വരും. ഉദാഹരണം മെർക്കുറി. ഇനി ഈ കാപ്പിലറി റൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലുള്ള ചെടികളുടെ വേരുകളിലൂടെ വെള്ളം നമ്മുടെ ഈ ചെടികളുടെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്നത് ഈ കാപ്പിലറി ആക്ഷൻ്റെ ഫലമായിട്ടാണ്. ഇനി കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുന്നു. അപ്പോൾ ഒരു ബീക്കർ വരയ്ക്കുന്നു. ഒരു ബീക്കറിൽ ഇത്ര ലെവലിൽ വാട്ടറുണ്ട്. ഇത് ഒരു വാട്ടറിൻ്റെ ലെവലാണ്. അപ്പോൾ ഇതിൽ 2 എൻഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് കടത്തി വെച്ചു. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഡയമീറ്റർ നമുക്ക് സ്മോൾ ലെറ്റർ ഡി എന്ന് എടുക്കാം. ഡയമീറ്റർ സ്മോൾ ലെറ്റർ ഡി. അപ്പോൾ ഇതിനകത്തോട്ട് വാട്ടർ കയറുന്നു. ഇത്ര ഹൈറ്റ് വരെ വാട്ടർ കയറി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്നും ബീക്കറിലെ വാട്ടർ ലെവലിൽ നിന്നും വാട്ടർ റൈസ് ആയിട്ടുള്ളത് എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് എന്നെടുക്കുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗം, ഇത് ആ വാട്ടറിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. ഈ മുകൾ ഭാഗത്ത് ഒരു സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കും. അതിങ്ങനെ ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുക്കും. ആ ഒരു സർഫസ് ടെൻഷൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതായിട്ട് എടുക്കും. ഇത്
വെർട്ടിക്കലായിട്ടുള്ള ഗ്ലാസിൻ്റെ സൈഡാണ്. ഈ സർഫസ് ടെൻഷൻ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗ്മ എന്നെടുക്കാം. ഈ സർഫസ് ടെൻഷനും ഈ ഗ്ലാസിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് തമ്മിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നു നോക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു സ്ട്രെസ്സിന് സർഫസ് ടെൻഷൻ്റെ ഈ ഒരു ടെൻഷന് ഇതിന് നമുക്കൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതിനെ നമ്മൾ സിഗ്മ കോസ് തീറ്റ എന്ന് എടുത്ത്, അപ്പോൾ ഈ ഫോഴ്സിന് തന്നെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാകും. അതിനെ നമ്മൾ സിഗ്മ സൈൻ തീറ്റ എന്ന് എടുക്കാം. ഇവിടെ നമ്മൾ ഈ കാപ്പിലറി റൈസിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഈ h ഹൈറ്റിലുള്ള ഈ വെള്ളത്തിൻ്റെ വെയിറ്റിനെ ആരായിരിക്കും ബാലൻസ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ സർഫസിലുള്ള സർഫസ് ടെൻഷൻ മൂലമുണ്ടാകുന്ന ഫോഴ്സ് ആയിരിക്കും ഈ h ഹൈറ്റിലുള്ള വെള്ളത്തിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഈ h ഹൈറ്റിൽ ഇത്രയും ഇവിടം തൊട്ട് ഈ h ഹൈറ്റിൽ ഈ ട്യൂബിനകത്തിരിക്കുന്ന ഈ വെള്ളത്തിൻ്റെ മാസ് വേണം, വെയിറ്റ് വേണം. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. അതായത് ഇത് മാസിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ കേസിൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാസിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം കൊടുക്കാം. ഡെൻസിറ്റി നമ്മൾ റോ എന്നും വോളിയത്തിന് വി എന്നും എടുത്തു, ഇൻറ്റു ജി ഗ്രാവിറ്റേഷൻ. ഇനി നമ്മൾ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയേനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വോളിയം കിട്ടും. അപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ ക്യൂബായതുകൊണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π/4 ഇൻറ്റു d² ആണ്, ഇൻറ്റു h. അപ്പോൾ ഇത് നമ്മൾ വോളിയത്തിൻ്റെ സ്ഥാനത്ത് അവിടെ കൊടുക്കും. അപ്പോൾ റോ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് π/4 ഇൻറ്റു d² ഇൻറ്റു h ഇൻറ്റു ജി ആണ് ഇവിടെ. അപ്പോൾ ഇതാണ് ആ ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വെയിറ്റിനെ എന്താണ് ബാലൻസ് ചെയ്യുന്നത്? ഇവിടുത്തെ ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്, ഈ സിഗ്മ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്സാണ്. അതിന് ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത് ആണ്. യൂണിറ്റ് ലെങ്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോഴ്സാണ് വേണ്ടത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ എൽ ഇവിടെ പോവും, സിഗ്മ ഇൻറ്റു എൽ ആണ്. ഇവിടെ നമുക്ക് സിഗ്മയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സാണ് ആവശ്യം വേണ്ടത്. അതായത് ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ഫോഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിഗ്മ കോസ് തീറ്റയാണ് ആ ഹൊറിസോണ്ടൽ അല്ല വെർട്ടിക്കലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രം മതി. അപ്പോൾ ആ സിഗ്മയുടെ സ്ഥാനത്ത് നമ്മൾ സിഗ്മ കോസ് തീറ്റ എന്ന് കൊടുക്കും. എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഇപ്പോൾ ലെങ്ത് നമ്മളിപ്പം ഇതിൻ്റെ കേസിൽ നോക്കുമ്പോൾ അത് ചുറ്റളവായിട്ടാണ് വരുന്നത്. ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2πr കൊടുക്കും. ഇവിടെ നമുക്ക് ഈ r നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ r എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയാണ്. t/2 കൊടുക്കാം. ഈ 2ഉം വെട്ടിപ്പോകുമ്പോൾ πd എന്ന് വരും. അപ്പോൾ ഇത് ഇക്വേഷൻ ഇങ്ങനെ വരും, സിഗ്മ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു πd എന്ന് പറയും. ഇനി നമുക്ക് ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വെച്ച് ഈ ഫോഴ്സിനെയും
നമ്മുടെ വെയ്റ്റിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യാം. സിഗ്മ π/4 × d² × h × g എന്ന് പറയുന്നത് ഇത്ര ഹൈറ്റിലുള്ള ലിക്വിഡിൻ്റെ വെയ്റ്റാണ്. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇതിനെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ cos θ × πd. ഇതിൽ നമുക്ക് ക്യാപ്പിലറി റൈസ് ആയിട്ടുള്ള എച്ച് ആണ് നമുക്ക് വേണ്ടത്. ഈ എച്ച് എടുക്കാൻ വേണ്ടി സിഗ്മ × cos θ × πd. ഈ എച്ച് ഒഴിച്ചുള്ള ബാക്കി ഭാഗം താഴെ പോകും. അപ്പം റോ × π/4 × d² × g. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈയും വെട്ടിപ്പോവും. ഒരു ഡിയും ഇവിടെ നിന്ന് ഒരു ഡിയും വെട്ടിപ്പോവും. അപ്പം നമ്മൾ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ cos θ / ഇവിടുത്തെ ഈ താഴെ കിടക്കുന്ന 4 മുകളിൽ പോവും. ഇപ്പോൾ 4 ഇവിടെ വരും. 4 സിഗ്മ cos θ / റോ × g ഇൻറ്റു ഇവിടെ ഒരു ഡി ബാക്കിയുണ്ട്, ഡി. അപ്പോൾ ഇതാണ് ക്യാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ. അതായത് ഹൈറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്.